നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. തൃശൂർ മേയർ MK വർഗീസിനെതിരെ നിലപാട് കടുപ്പിച്ച CPI. തിരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷം മേയറും സുരേഷ് ഗോപിയും തൃശൂരിലെ സ്വകാര്യ ഹോട്ടലിൽ കൂടിക്കാഴ്ച നടത്തിയതിലും CPIക്ക് അതൃപ്തി. LDF യോഗത്തിൽ മേയറെ മാറ്റണമെന്ന ആവശ്യം CPI ഉന്നയിച്ചേക്കും. CPI അല്ല CPM ആണ് തന്നെ മേയറാക്കിയതെന്ന് MK വർഗീസ് പ്രതികരിച്ചു. തൃശൂർ DCC പ്രസിഡന്റിനെതിരെ മർദ്ദന പരാതി നൽകിയ DCC സെക്രട്ടറി സജീവൻ കുര്യച്ചിറയുടെ വീട് ആക്രമിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതം. സംഭവത്തിനു പിന്നിൽ ജോസ് വള്ളൂരെന്ന് സജീവൻ കുര്യച്ചിറ. അക്രമി സംഘം വീടിന്റെ ജനൽ ചില്ലുകളും ചെടിച്ചട്ടികളും അടിച്ചു തകർത്തത് കഴിഞ്ഞ രാത്രി. ലോക്കോ പൈലറ്റ് സമരത്തിന് ഷൊർണൂരിൽ ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയന്റെയും വിവിധ റെയിൽവേ പെൻഷനർ സംഘടനകളുടെയും ഐക്യദാർഢ്യം. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പ്രകടനവും പ്രതിഷേധ യോഗവും. സമരക്കാരോടുള്ള റെയിൽവേ അധികാരികളുടെ പ്രതികാര നടപടികൾ അവസാനിപ്പിക്കണമെന്നും സംഘടന ഉന്നയിക്കുന്ന ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നും നേതാക്കൾ. ദേശീയപാതയിലെ മുടിക്കോട് സർവീസ് റോഡിൽ നിർത്തിയിട്ടിരുന്ന ബസിന് പിറകിൽ പിക്കപ്പ് വാനിടിച്ച് ഡ്രൈവർ മരിച്ചു. മരിച്ചത് കോയമ്പത്തൂർ ഉക്കടം സ്വദേശി കറുപ്പയ്യ. അപകടം കഴിഞ്ഞ രാത്രിയിൽ. വാർത്തകൾ വിശദമായി. തൃശൂർ മേയർ MK വർഗീസിനെതിരെ CPI. മേയർ സുരേഷ് ഗോപി ബന്ധത്തിൽ CPIക്ക് അതൃപ്തി. LDF യോഗത്തിൽ മേയറെ മാറ്റണമെന്ന ആവശ്യം CPI ഉന്നയിച്ചേക്കും. CPI അല്ല CPM ആണ് തന്നെ മേയറാക്കിയതെന്ന് MK വർഗീസ് പ്രതികരിച്ചു. തൃശൂരിന്റെ MP ആകാൻ സുരേഷ് ഗോപി ഫിറ്റാണെന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് MK വർഗീസിന്റെ പ്രതികരണമാണ് മേയറെ പുറത്താക്കണമെന്ന CPI ആവശ്യത്തിനു പിന്നിൽ. തെരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷം മേയറും സുരേഷ് ഗോപിയും തൃശൂരിലെ ഭാരത് ഹോട്ടലിൽ കൂടിക്കാഴ്ച നടത്തിയതിലും CPIക്ക് അതൃപ്തിയുണ്ട്. മേയറെ പുറത്താക്കണമെന്ന് VS സുനിൽകുമാർ ചില മാധ്യമങ്ങളിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. ഈ മാസം 17, 18 തീയതികളിൽ ചേരുന്ന CPI ജില്ലാ നേതൃയോഗങ്ങൾ മേയർക്കെതിരായ നിലപാട് ചർച്ച ചെയ്തേക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം തന്നിൽ വിശ്വാസമുണ്ടെന്നും രാജിവെക്കേണ്ട സാഹചര്യമില്ലെന്നും മേയർ MK വർഗീസ് പറഞ്ഞു. ഇപ്പോൾ തൽക്കാലം എന്നെ പുറത്താക്കേണ്ടത് തീരുമാനിക്കേണ്ടത് CPM ആണ്. ഞാൻ CPMൻ്റെ കൂടെ ഉറച്ചു നിന്ന് CPM എന്ത് പറയുന്നു അതനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇപ്പോൾ ശ്രീ പിണറായി വിജയൻ അടക്കം അറിയാമെന്നെ. മേയർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൃത്യനിഷ്ഠയും ദൃഢചിന്തയുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒരാൾ. അദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തി ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത്. വിമർശനങ്ങളുണ്ടാകും, പക്ഷെ വിമർശനങ്ങളൊക്കെ ഞാൻ ഉൾക്കൊള്ളുന്നില്ല. കാരണം എൻ്റെ ഉദ്ദേശം നാടിനെ നന്നാക്കുക. എനിക്ക് കിട്ടിയ അവസരം എൻ്റെ തൃശ്ശൂർ എന്ന് പറയുന്നതിനെ ഒരു നല്ല മാതൃകയാക്കി മാറ്റുക എന്നതാണ് എൻ്റെ ഉദ്ദേശം. അതേസമയം CPIയുടെ പരാതി പരിശോധിക്കാനുള്ള നീക്കത്തിലാണ് CPIM. തുടർച്ചയായി മുന്നണിയെ വെട്ടിലാക്കുന്ന മേയറുടെ നടപടിയിൽ LDFിലെ മറ്റു ഘടകകക്ഷികൾക്കും കടുത്ത അതൃപ്തിയുണ്ടെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ DCC പ്രസിഡന്റിനെതിരെ മർദ്ദന പരാതി നൽകിയ DCC സെക്രട്ടറി സജീവൻ കുര്യച്ചിറയുടെ വീട് ആക്രമിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതം. ഒല്ലൂർ പോലീസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. കഴിഞ്ഞ രാത്രി 9 മണിയോടെ കുര്യച്ചിറയിലെ വീട്ടിലെത്തിയ അക്രമി സംഘം ജനൽ ചില്ലുകളും ചെടിച്ചട്ടിയും അടിച്ചു തകർക്കുകയായിരുന്നു. ശബ്ദം കേട്ട വീട്ടിനകത്തുണ്ടായിരുന്ന സഹോദരിയും അമ്മയും പുറത്തേക്ക് എത്തിയപ്പോഴേക്കും അക്രമികൾ കടന്നുകളഞ്ഞു. വലിയ ഭയപ്പാടിലായ കുടുംബം പിന്നീട് സജീവനെ വിവരമറിയിക്കുകയായിരുന്നു. സജീവൻ അയ്യന്തോളിലെ വാടക വീട്ടിൽ താമസമാക്കിയതോടെ അമ്മയും സഹോദരിയും മാത്രമാണ് ഈ വീട്ടിലുള്ളത്. ഉച്ചയ്ക്ക് വീട്ടിൽ ബൈക്കിലെത്തിയ സംഘം സജീവൻ്റെ വീടാണ് ഇതെന്നുറപ്പിച്ച് രാത്രി ആക്രമണം നടത്തുകയായിരുന്നുവെന്നാണ് ആരോപണം. സംഭവത്തിന് പിന്നിൽ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരാണെന്ന് സജീവൻ കുര്യച്ചിറ ആരോപിച്ചു. സജീവനെ മർദ്ദിച്ചതിനെ തുടർന്ന് DCCയിൽ ഇരുവിഭാഗങ്ങളായി തിരിഞ്ഞ് കൂട്ടത്തല്ല് നടന്നിരുന്നു. സംഭവത്തിൽ DCC പ്രസിഡന്റും UDF ചെയർമാനും രാജിവെക്കേണ്ടി വന്നു. ഈ പശ്ചാത്തലത്തിൽ സജീവന്റെ വീടിന് നേരെയുണ്ടായ ആക്രമണം കോൺഗ്രസിന്റെ ഗ്രൂപ്പ് പോരിന്റെ ഭാഗമെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ലോക്കോ പൈലറ്റ് സമരത്തിന് ഷൊർണൂരിൽ ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയന്റെ ഐക്യദാർഢ്യം. യൂണിയന്റെ വിവിധ പെൻഷൻ സംഘടനകളുടെയും നേതൃത്വത്തിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പ്രതിഷേധ യോഗവും പ്രകടനവും നടത്തി. ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന സമരങ്ങൾക്ക് നേരെ റെയിൽവേ കണ്ണടയ്ക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയന്റെയും വിവിധ റെയിൽവേ പെൻഷനേഴ്സ് സംഘടനകളുടെയും നേതൃത്വത്തിൽ ഷൊർണൂരിൽ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തിയത്. പ്രകടനത്തിന് ശേഷം നടന്ന പ്രതിഷേധ യോഗം ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു.
ഒരു ചിത്രമാണ് നേരത്തെ ഇവിടെ സംസാരിച്ച റെയിൽവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്നു. രാംജിയുടെ വിശദീകരിച്ചു. വളരെ ഗൗരവപ്പെട്ട പ്രശ്നങ്ങളാണ് റെയിൽവേ തൊഴിലാളികൾ പ്രത്യേകിച്ച് ലോക്കോപ്പറേറ്റർമാർ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് RG പിള്ള, CGSPA പ്രസിഡന്റ് C മധുസൂദനൻ, AILRSA ഡിവിഷണൽ വർക്കിംഗ് പ്രസിഡന്റ് KK കേശവൻ എന്നിവർ പ്രസംഗിച്ചു. ലോക്കോ പൈലറ്റുമാർക്കെതിരായ പ്രതികാര നടപടികളിൽ നിന്ന് റെയിൽവേ പിന്മാറണമെന്നും സംഘടന ഉന്നയിക്കുന്ന ന്യായമായ പ്രശ്നങ്ങൾക്ക് ചർച്ചയിലൂടെ പരിഹാരം കാണണമെന്നും യൂണിയൻ നേതാക്കൾ ആവശ്യപ്പെട്ടു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ദേശീയപാതയിൽ മുടിക്കോട് സർവീസ് റോഡിൽ നിർത്തിയിട്ടിരുന്ന ബസ്സിന് പിറകിൽ പിക്കപ്പ് വാൻ ഇടിച്ച് ഡ്രൈവർ മരിച്ചു. കോയമ്പത്തൂർ ഉക്കടം സ്വദേശി കറുപ്പയ്യ സെർവയാണ് മരിച്ചത്. അർദ്ധരാത്രിയായിരുന്നു അപകടം. കേടായതിനെ തുടർന്ന് സർവീസ് റോഡിൽ നിർത്തിയിട്ടിരുന്ന ബസ്സിന് പിറകിലാണ് പാലക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന പിക്കപ്പ് വാൻ ഇടിച്ചത്. രാത്രിയായതിനാൽ അപകട വിവരം ആരും അറിഞ്ഞിരുന്നില്ല. പുലർച്ചെ സംഭവം കണ്ട നാട്ടുകാർ വിവരം പീച്ചി പോലീസിനെ അറിയിച്ചു. തുടർന്ന് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി പുറത്തെടുക്കുമ്പോഴേക്കും കറുപ്പയ്യ സോർവെ മരിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ പുറത്തുകിടക്കുന്ന ഭാഗത്തുകൂടിയുള്ള പ്രവേശനം തടയുന്നതിനായി സ്ഥാപിച്ച ബാരിക്കേഡിന്റെ ഒരു ഭാഗം പൊളിച്ചു നീക്കി. ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU ഒറ്റപ്പാലം മുനിസിപ്പൽ കമ്മിറ്റി നഗരസഭാ അധികൃതർക്ക് നൽകിയ നിവേദനത്തെ തുടർന്നും INTUCയുടെ സമരത്തെ തുടർന്നുമാണ് ബാരിക്കേഡിന്റെ ഒരു ഭാഗം പൊളിച്ചു നീക്കിയത്. അപകടങ്ങൾ ഒഴിവാക്കുന്നതിനാണ് യാർഡിലൂടെ നടക്കുന്നതിന് യാത്രക്കാർക്ക് പോലീസ് കർശന വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത്. ബാരിക്കേഡ് സ്ഥാപിച്ചതുമൂലം യാത്രക്കാർക്കും ഈ ഭാഗങ്ങളിൽ നിർത്തുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും കച്ചവട സ്ഥാപനങ്ങൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു. ഇവിടെ നിർത്തുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും ഓട്ടം കുറവായി. ബസ്സുകൾ പ്രവേശിക്കുന്ന സ്ഥലത്തുകൂടി ചുറ്റി വേണം യാത്രക്കാർക്ക് ബസ് സ്റ്റാൻഡിനുള്ളിലേക്ക് പ്രവേശിക്കാനായിരുന്നത്. യാത്രക്കാരുടെ കൂടി അഭ്യർത്ഥന മാനിച്ചാണ് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ നഗരസഭാ അധികൃതർക്ക് നിവേദനം നൽകിയത്. തുടർന്ന് നഗരസഭാ ജീവനക്കാരും CITU ഓട്ടോ തൊഴിലാളികളും ചേർന്ന് ബാരിക്കേഡിന്റെ ഒരു ഭാഗം പൊളിച്ചു നീക്കുകയായിരുന്നു. തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിച്ചു തന്ന നഗരസഭാ ഭരണസമിതിയുടെ നിലപാടിന് നന്ദിയുണ്ടെന്ന് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ ഡിവിഷൻ പ്രസിഡന്റ് ജോൺസൺ ജേക്കബ് പറഞ്ഞു. ഒരു നിവേദനം നൽകുകയും ആ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ 2-3 വട്ടം ചർച്ച നടത്തുകയും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു നടപടികളും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നിങ്ങനെ ഒരു തീരുമാനമെടുത്ത് അത് നടപ്പിലാക്കിയിരിക്കുന്നത്. ഈ 2 വഴികളും ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഇവിടുത്തെ വ്യാപാര രോഗികൾക്കും തുറന്നു കൊടുത്തിരിക്കുന്നത്. അതിന് ഞാൻ ആദ്യമായി ഈ ഇവിടുത്തെ ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് CITUവിൻ്റെ പേരിൽ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ്, നന്ദി അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ തൊഴിലാളികളെ ദ്രോഹിക്കുന്ന ഒരു നടപടികളും ആയിട്ട് ഒരു ഭരണസമിതിയും പോകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് CITUവിൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ ഈ ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ നഗരസഭാ കാര്യാലയത്തിൽ BJP കൗൺസിലർമാർ മധുരപലഹാര വിതരണം നടത്തി. രാജ്യത്ത് 3ാം മോദി സർക്കാർ അധികാരമേറ്റതിലും തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുമാണ് നഗരസഭാ ജീവനക്കാർക്ക് മധുരം നൽകിയത്. ചൊവ്വാഴ്ച രാവിലെയാണ് നഗരസഭാ കാര്യാലയത്തിൽ ജീവനക്കാർക്ക് BJP കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ മധുരപലഹാരം വിതരണം ചെയ്തത്. മോദി സർക്കാർ അധികാരമേറ്റതിലും തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുമാണ് മധുരം നൽകിയത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷൊർണൂർ നഗരസഭാ പരിധിയിൽ BJPക്ക് വലിയ രീതിയിൽ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും ഇത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ സഹായകരമാകുമെന്നും മധുര വിതരണത്തിന് ശേഷം BJP കൗൺസിലർ EP നന്ദകുമാർ പറഞ്ഞു. ഇത് മലയാളികളുടെ വിജയമാണ്, കേരളത്തിൻ്റെ വിജയമാണ്. ഇടത്തോട്ടും വലത്തോട്ടുമല്ലാതെ കേരളത്തിൻ്റെ ജനത ഹൃദയപക്ഷമായി ഭാരതീയ ജനതാ പാർട്ടിയെയും ദേശീയ ജനാധിപത്യ സഖ്യത്തെയും ചേർത്ത് പിടിച്ചതിൻ്റെ വലിയ ഒരു ഉദാഹരണമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഷൊർണൂർ നഗരസഭയിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ വോട്ട് ഷെയർ വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം വരുന്ന തെരഞ്ഞെടുപ്പുകൾക്കുള്ള ഒരു ടെസ്റ്റ് ഡോസായി, ഒരു സെമി ഫൈനലായിട്ട് ഞങ്ങൾ കാണുന്നു. എന്ന മുനിസിപ്പൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിൽ നടത്താൻ സാധിക്കുമെന്ന് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി. മറ്റ് BJP കൗൺസിലർമാരായ K പ്രസാദ്, ലേഖ രമേശ്, നിഷ ശശികുമാർ, T ബിന്ദു, KR അശ്വതി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ച് ഷൊർണൂരിൽ BJP പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. BJP മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രകടനം. മോദി സർക്കാരിന്റെ മൂന്നാം ഊഴത്തിലും തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിലും ആഹ്ലാദം പ്രകടിപ്പിച്ചാണ് BJP ഷൊർണൂർ മുനിസിപ്പൽ ഘടകം പ്രകടനം നടത്തിയത്. BJP ജില്ലാ സെൽ കോർഡിനേറ്റർ MP സതീഷ് കുമാർ, യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് EP നന്ദകുമാർ, BJP മണ്ഡലം സെക്രട്ടറി K പ്രസാദ്, മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി സിനി മനോജ്, കുളപ്പുള്ളി ഏരിയ പ്രസിഡന്റ് MK വിപിൻനാഥ്, മനോജ് ആറാണി, കൗൺസിലർമാരായ ലേഖ രമേഷ്, T ബിന്ദു, നിഷ ശശികുമാർ, ബിജു ഷൊർണൂർ, ഷിബു പുന്നശ്ശേരി, സത്യൻ കണയം, രാജീവ് ചുടുവാലത്തൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ ഷൊർണൂർ. കോട്ടായിൽ വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടായി കൊച്ചമംഗലം വീട്ടിൽ പരേതനായ വേലായുധന്റെ ഭാര്യ 79 വയസ്സുള്ള ജാനകിയാണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെ 11:30യോടെയാണ് ജാനകിയെ വീടിന് സമീപത്തെ പറമ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഹൃദയാഘാതം മൂലമാണ് മരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഒറ്റപ്പാലത്ത് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU മുനിസിപ്പൽ സമ്മേളനം നടന്നു. ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം APM റഷീദ് ഉദ്ഘാടനം ചെയ്തു. TK അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ഡിവിഷൻ സെക്രട്ടറി VT സുരേഷ് ബാബു സ്വാഗതം പറഞ്ഞു. CITU ഒറ്റപ്പാലം മുനിസിപ്പൽ കൺവീനർ PA രാമൻകുട്ടി, യൂണിയൻ ഡിവിഷൻ പ്രസിഡന്റ് KV സന്തോഷ്, ജോൺസൺ ജേക്കബ്, TK ഹംസ, VK കൃഷ്ണദാസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പാഞ്ഞാൾ വേലുക്കുട്ടിക്ക് കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം. ഇലത്താളത്തിന് ആദ്യമായി ലഭിച്ച അംഗീകാര ലബ്ധിയിൽ സന്തോഷമുണ്ടെന്ന് വേലുക്കുട്ടി STV ന്യൂസിനോട് പറഞ്ഞു. (1981) തൃശൂർ പൂരത്തിന് തിരുവമ്പാടി മടത്തിൽ വരവിൽ ഇലത്താളത്തിൽ ആരംഭം കുറിച്ചായിരുന്നു പാഞ്ഞാൾ വേലുക്കുട്ടിയുടെ അരങ്ങേറ്റം. തുടർന്നുള്ള 29 വർഷം മടത്തിൽ വരവിൽ പ്രധാന സാന്നിധ്യം വഹിച്ചു. പിന്നീട് പാറമേക്കാവ് ക്ഷേത്രത്തിൽ ഇലഞ്ഞിത്തറ മേളത്തിൽ 10 വർഷത്തോളമായി നിറസാന്നിധ്യമായിരുന്നു. 4 വർഷത്തോളം പ്രാമാണിത്യവും വഹിച്ചിട്ടുണ്ട്. പുരസ്കാര വിവരം അറിഞ്ഞതും ആദ്യമായി ഇലത്താളത്തിന് അംഗീകാരം ലഭിച്ചതിൻ്റെ സന്തോഷത്തിലായിരുന്നു പാഞ്ഞാൾ വേലുക്കുട്ടി. 1962 പാഞ്ഞാൾ കൊണ്ടപ്പുറത്ത് ബാലകൃഷ്ണൻ നായരുടെയും ഇടശ്ശേരി പാറുവമ്മയുടെയും മകനായാണ് വേലുക്കുട്ടിയുടെ ജനനം. എനിക്ക് ഈ വൈകിട്ടാണെങ്കിലും 62-ാം വയസ്സിൽ ക്ഷേത്രവാദ്യ കേരള സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് കിട്ടിയതിൽ വളരെയധികം സന്തോഷം. ഞാൻ കുറച്ചു കാലമായി ആഗ്രഹിച്ചിരുന്ന ഒരു ബഹുമതിയാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. ഞാൻ 10-ാം വയസ്സിൽ പാഞ്ഞാൾ ശങ്കരൻ നായർ എന്ന ഗുരുനാഥൻ്റെ അടുത്ത് ചെണ്ട അഭ്യസിച്ച് അരങ്ങേറ്റം നടത്തി കുട്ടിക്കൊണ്ട് നടക്കുന്ന സമയത്താണ് ഗുരുവായൂർ ക്ഷേത്രവാദ്യ കലാനിലയത്തിൽ ചെണ്ട അഭ്യസിക്കാൻ ഉപരിപഠനത്തിന് ചേർന്നത്. അവിടെ തിരുവേഗപ്പുറ രാമപൊതുവാൾ, തൃത്താല കേശപ്പൊതുവാളുടെ അച്ഛൻ തിരുവേഗപ്പുറം രാമപൊതുവാളായിരുന്നു ഗുരുനാഥൻ. അദ്ദേഹത്തിൻ്റെ ആജ്ഞപ്രകാരമാണ് ഞാൻ ഇലത്താളത്തിലേക്ക് മാറിയത്. ശങ്കരനാരായണൻ ആശാന്റെ ശിക്ഷണത്തിൽ ചെറുപ്പത്തിൽ തന്നെ ചെണ്ട പഠിച്ചു. തുടർന്ന് ഗുരുവായൂർ കലാനിലയത്തിൽ തിരുവേഗപ്പുറ രാമപൊതുവാളിൻ്റെ നിർദ്ദേശാനുസരണമാണ് വേലുക്കുട്ടി ഇലത്താളം പ്രധാന മേഖലയായി ഉൾക്കൊണ്ട് പഠനം ആരംഭിച്ചത്. 2003 നാടിൻ്റെ ആദരവായി പാഞ്ഞാൾ പൗരാവലി സുവർണ മുദ്ര നൽകി. വെള്ളാട്ടന്നൂർ ശങ്കരൻ നമ്പീശൻ സ്മാരക ട്രസ്റ്റ്, കാലടി ആസ്വാദക സംഗമം പഞ്ചവാദ്യം സുവർണ മുദ്ര, ക്ഷേത്രവാദികലാ അക്കാദമിയുടെ ഗുരുശ്രേഷ്ഠ പുരസ്കാരം, കക്കാട്ട് വാദികലാക്ഷേത്ര പുരസ്കാരം, തൃശൂർ പൂരം തിരുവമ്പാടി വിഭാഗത്തിൻ്റെ സുവർണ മുദ്ര, ഉത്രാളിക്കാവ് എങ്കക്കാട് വിഭാഗത്തിൻ്റെ സുവർണ മുദ്ര, മണ്ണാർക്കാട് ഭഗവതി ക്ഷേത്ര പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ഇതിനോടകം അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ഇലഞ്ഞിത്തര മേളത്തിൽ ഇലത്താളം കൊണ്ട് വിസ്മയിപ്പിച്ച വേലുക്കുട്ടി ആശാന് സംസ്ഥാന സർക്കാരിൻ്റെ സംഗീത നാടക അക്കാദമി പുരസ്കാരം ലഭിച്ചതിൻ്റെ ആവേശത്തിൽ കൂടിയാണ് ജന്മനാടും. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. നരേന്ദ്രമോദി സർക്കാരിൻ്റെ മൂന്നാം വരവ് ആഘോഷമാക്കി BJP മങ്കര പഞ്ചായത്ത് കമ്മിറ്റി.
മാങ്കൂശിയിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആരംഭിച്ച ആഹ്ലാദ പ്രകടനം വെള്ള റോഡിൽ സമാപിച്ചു. മൂന്നാമതും നരേന്ദ്രമോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റപ്പോൾ മങ്കര പഞ്ചായത്തിലെ BJP പ്രവർത്തകരുടെ ആഹ്ലാദം വാനോളമായിരുന്നു. ആഹ്ലാദ പ്രകടനത്തിന്റെ ഭാഗമായുള്ള വെടിക്കെട്ടും മധുരപലഹാര വിതരണവും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് KM ബിന്ദു, മണ്ഡലം ജനറൽ സെക്രട്ടറി MV സുഭാഷ്, വൈസ് പ്രസിഡന്റ് സുരേഷ് കളത്തിൽ, സെക്രട്ടറി സുരേഷ് കേശവൻ, യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സുനീഷ് ഭരതക്കാട്, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി രൂപേഷ് അതിർക്കാട്, 14ാം വാർഡ് മെമ്പർ BA രതീഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കോട്ടായി കീഴത്തൂർ LP സ്കൂളിൽ പ്രീ പ്രൈമറി കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കോട്ടായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CR അനിത അധ്യക്ഷയായി. പ്രധാന അധ്യാപകൻ A സുബൈർ, സ്കൂൾ മാനേജർ മുഹമ്മദ് കരീം, പ്രീ പ്രൈമറി അധ്യാപകരായ K സുജാത, R രഞ്ജിനി തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി രക്ഷിതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ മേയർ MK വർഗീസിനെതിരെ നിലപാട് കടുപ്പിച്ച CPI. തിരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷം മേയറും സുരേഷ് ഗോപിയും തൃശൂരിലെ സ്വകാര്യ ഹോട്ടലിൽ കൂടിക്കാഴ്ച നടത്തിയതിലും CPIക്ക് അതൃപ്തി. LDF യോഗത്തിൽ മേയറെ മാറ്റണമെന്ന ആവശ്യം CPI ഉന്നയിച്ചേക്കും. CPI അല്ല CPM ആണ് തന്നെ മേയറാക്കിയതെന്ന് MK വർഗീസ് പ്രതികരിച്ചു. തൃശൂർ DCC പ്രസിഡന്റിനെതിരെ മർദ്ദന പരാതി നൽകിയ DCC സെക്രട്ടറി സജീവൻ കുര്യച്ചിറയുടെ വീട് ആക്രമിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതം. സംഭവത്തിനു പിന്നിൽ ജോസ് വള്ളൂരെന്ന് സജീവൻ കുര്യച്ചിറ. അക്രമി സംഘം വീടിന്റെ ജനൽ ചില്ലുകളും ചെടിച്ചട്ടികളും അടിച്ചു തകർത്തത് കഴിഞ്ഞ രാത്രി. ലോക്കോ പൈലറ്റ് സമരത്തിന് ഷൊർണൂരിൽ ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയന്റെയും വിവിധ റെയിൽവേ പെൻഷനർ സംഘടനകളുടെയും ഐക്യദാർഢ്യം. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പ്രകടനവും പ്രതിഷേധ യോഗവും. സമരക്കാരോടുള്ള റെയിൽവേ അധികാരികളുടെ പ്രതികാര നടപടികൾ അവസാനിപ്പിക്കണമെന്നും സംഘടന ഉന്നയിക്കുന്ന ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നും നേതാക്കൾ. ദേശീയപാതയിലെ മുടിക്കോട് സർവീസ് റോഡിൽ നിർത്തിയിട്ടിരുന്ന ബസ്സിന് പിറകിൽ പിക്കപ്പ് വാനിടിച്ച് ഡ്രൈവർ മരിച്ചു. മരിച്ചത് കോയമ്പത്തൂർ ഉക്കടം സ്വദേശി കറുപ്പയ്യ. അപകടം കഴിഞ്ഞ രാത്രിയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.